നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിക്ക് സമാനമായി വാസയോഗ്യമാവാൻ സാധ്യതയുള്ള ഗ്രഹത്തെ കണ്ടെത്തിയെന്ന് നാസ. ഭൂമിയേക്കാൾ അല്പം ചെറുതും എന്നാൽ ശുക്രനേക്കാൾ വലുതുമായ ഗ്രഹത്തെയാണ് കണ്ടെത്തിയത്. ഗ്ലീസ് 12b എന്നാണ് പേര്. ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഗ്ലീസ് 12bയെ നാസ കണ്ടെത്തിയത്. ഭൂമിയിൽ നിന്ന് 40 പ്രകാശവർഷം അകലെയാണിത്. ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത്. സൂര്യനേക്കാൾ ചെറിയ നക്ഷത്രത്തെയാണ് ചുറ്റുന്നതെങ്കിലും ജലത്തിന് നിലനിൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഗ്ലീസ് 12b സ്ഥിതി ചെയ്യുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇതിന് അന്തരീക്ഷമില്ലെന്നാണ് ഗവേഷകരുടെ അനുമാനം. ഉപരിതല താപനില 47 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗ്രഹങ്ങൾ പരിക്രമണം പൂർത്തിയാക്കുമ്പോൾ വലിയ രീതിയിൽ ഈ നക്ഷത്രങ്ങൾ മങ്ങുന്നതിനാൽ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് ജ്യോതിശാസ്ത്രജ്ഞർക്ക് എളുപ്പമാണ്. 20 സെക്കൻഡ് മുതൽ 30 മിനിറ്റ് സമയം വരെ ദൃശ്യമാകുന്ന മാറ്റങ്ങളെയാണ് അവലോകനം ചെയ്തത്. കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും അടുത്തുള്ളതും ഭൂമിയുടേതിന് സമാനമായി വലുപ്പവും ഊർജവുമുള്ള ഗ്രഹമാണ് കണ്ടെത്തിയതെന്ന് ടോക്കിയോയിലെ ആസ്ട്രോ ബയോളജി സെന്ററിലെ പ്രൊജക്ട് അസിസ്റ്റന്റ് പ്രൊഫസർ മസയുഗി അഭിപ്രായപ്പെട്ടു. ഇതിന് അന്തരീക്ഷം ഉണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ജെയിംസ് വെബ് ദൂരദർശിനി ഉപയോഗിച്ച് ഗ്ലീസ് 12b ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ. ഇതോടെ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കും. സൗരയൂഥത്തിൽ അടുത്തടുത്ത ഗ്രഹങ്ങളായിട്ടും ഭൂമി വാസയോഗ്യമാവുകയും ശുക്രൻ അങ്ങനെ അല്ലാതാവുകയും ചെയ്തത് എങ്ങനെയെന്ന് പഠിക്കാൻ ഗ്ലീസ് 12bയെ കുറിച്ചുള്ള പഠനങ്ങൾ സഹായിച്ചേക്കും. ഗ്ലീസ് 12b വാസയോഗ്യമായിരിക്കാമെങ്കിലും ജ്യോതിശാസ്ത്രപരമായി സൗരയൂഥത്തിന് അടുത്താണെന്നത് പറയാമെങ്കിലും മനുഷ്യൻ ഇവിടേക്ക് എത്തിച്ചേരാനാവില്ല. കാരണം ഇത് നിലവിലുള്ള ഏറ്റവും വേഗമേറിയ ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്താൽ പോലും 25,000 വർഷങ്ങൾ കഴിഞ്ഞാലേ ഗ്ലീസ് 12bയിൽ എത്താനാവൂ.